മലപ്പുറം പള്ളിപ്പുറത്തുനിന്ന് കാണാതായ പ്രതിശ്രുതവരൻ വിഷ്ണുജിത്തിന്റെ വീട്ടിൽ തളം കെട്ടി നിന്ന ദുഃഖം ഒടുവിൽ ആശ്വാസത്തിനും പുഞ്ചിരിക്കും വഴിമാറി. 6 ദിവസമായി കാണാതിരുന്ന വിഷ്ണുജിത്തിനെ ഊട്ടി കൂനൂരിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. വിഷ്ണുവിനെ കാണാനില്ല എന്ന വാർത്ത ആദ്യമായി നൽകിയത് മുതൽ 24 നടത്തിയ ഇടപെടലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായി. ഊട്ടി കുന്നൂറാണ് ലൊക്കേഷൻ കാണിച്ചത്. അതിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഊട്ടി കുന്നൂർ എന്നുള്ള സ്ഥലമാണ്. ഊട്ടിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. സെപ്റ്റംബർ 5 വിവാഹത്തിന് 3 നാൾ മാത്രം ശേഷിക്കെ പ്രതിശ്രുതവരനായ വിഷ്ണുജിത്തിനെ കാണാനില്ലെന്ന വാർത്തയും അമ്മയുടെ കണ്ണീരും 24-ലൂടെ ലോകമറിഞ്ഞു. പരാതിയിൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്രത്യേക ടീം വ്യാപകമായ അന്വേഷണം തുടങ്ങി. 6-ാം തീയതി രാവിലെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഈ കേസന്വേഷണത്തിന്റെ വേഗത കൂട്ടി. പോലീസ് 2 ടീമുകളായി തിരിഞ്ഞ് കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ചു. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള KSRTC ബസ്സിൽ വിഷ്ണു യാത്ര ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. പക്ഷേ കോയമ്പത്തൂരിൽ നിന്നും വിഷ്ണു മാറിക്കളഞ്ഞിരുന്നു. ഇന്നലെ രാത്രി വിഷ്ണുവിന്റെ ഫോൺ ഓണായത് ആളിലേക്കെത്താൻ നിർണായക തെളിവായി. ആ വിവരവും ആദ്യം പ്രേക്ഷകരിലേക്ക്. കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായിരിക്കുന്നു. SKN ഇന്നലെ രാത്രി 8:30 കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായിരിക്കുന്നത്. ഇതിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഊട്ടി കൂനൂർ മേഖലയാണ്. ഇതിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഒടുവിൽ ഉച്ചയോടെ പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തി എന്ന ശുഭവാർത്തയും എത്തി. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഊട്ടിയിൽ നിന്നാണ് കാണാതായത്. അശ്മി, 6 ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. വിഷ്ണുജിത്ത് ഊട്ടിയിലാണ് ഉണ്ടായിരുന്നത്, കൂനൂർ ഏരിയയിലായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ 6 ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഓണായത്. മകനെ കാണാൻ വേണ്ടി കണ്ണിമ വെട്ടാതെ കാത്തിരുന്ന അമ്മയ്ക്ക് ആശ്വാസം. സന്തോഷായി. ടെൻഷൻ പറ്റാത്ത ആളാവ്. വിഷമിപ്പിച്ചിട്ട് ഇനി വീണ്ടും എന്തെങ്കിലും ചെയ്താലോ. എന്തായാലും പറ്റിപ്പോയി, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം നമുക്ക് സന്തോഷമാണ്, കാരണം അവനെ കണ്ടു കിട്ടിയല്ലോ. ഇനിയിപ്പം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്കി എന്താന്നുള്ളതൊക്കെ. 24-ലൂടെ അമ്മ ജയ മലപ്പുറം SP-യോട് മകനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു, നന്ദി അറിയിച്ചു. സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മോനെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. അവന് വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവരുത്. തീർച്ചയായും വിഷമിക്കണ്ട. തീർച്ചയായിട്ടും സേഫ് ആയിട്ട് തിരിച്ചോ. അവൻ ചെയ്തത് തെറ്റാണ്. നേരത്തെ അവനെ നമ്മളിപ്പോ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തി അവൻ വീണ്ടും ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കില്ല കേട്ടോ. ഊട്ടിയിൽ നിന്ന് മലപ്പുറത്ത് എത്തിച്ചതിനു ശേഷം പോലീസിന്റെ നടപടിക്രമങ്ങൾ. തുടർന്ന് വിഷ്ണുവിന് വീട്ടിലേക്ക് മടങ്ങാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരുന്നു മാറി നിൽക്കാൻ കാരണമെന്നാണ് സൂചന. അക്കാര്യങ്ങളെല്ലാം പോലീസ് ഇനി ചോദിച്ചറിയും. വിഷ്ണുജിത്ത് എവിടെ എന്ന 6 ദിവസം നീണ്ട ചോദ്യത്തിന് ഇവിടെ ആശ്വാസത്തോടെ വിരാമം. കൃത്യമായ വാർത്താ ഇടപെടൽ, പോലീസിന്റെ നീക്കങ്ങൾ, അത് ഈ കുടുംബത്തിന് തെളിച്ചമേകി. അർഷാക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. സിനാ മുഹമ്മദ് പറയുകയാണ്, കണ്ടെത്തിയോ, വിഷ്ണുജിത്തിനെ കണ്ടെത്തിയോ എന്നാണ് ജുളം കണ്ടെത്തിയിരിക്കുന്നത്. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നുണ്ട്. അവിടെ തിരുമുല്ലവാരം കടപ്പുറത്ത് 2 ദിവസമായി ഒരു ഫിഷിംഗ് ബോട്ട് കല്ലിൽ ഇടിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒപ്പം മറ്റു വിഷയങ്ങളിലും പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.